എഫേർട്ട് ഫോർ കേരള PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് കേരള PSCയുടെ പുതിയ സിലബസ് പ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള കല, സാഹിത്യം, കായികം എന്ന് പറഞ്ഞ മേഖലയാണ്. അപ്പം ഇന്ന് കലയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിലെ കലകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സംസാരിക്കേണ്ട അല്ലെങ്കിൽ ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് കഥകളി. കേരളത്തിൻ്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്ന വിഭാഗമാണ് കഥകളി. ഏതാണ്? കേരളത്തിൻ്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഇത് കഥകളി. കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കോട്ടയത്ത് തമ്പുരാനാണ്. ആരാണ്? കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കോട്ടയത്ത് തമ്പുരാനാണ്. കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി. കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളമാണ്. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളമാണ്. അപ്പോൾ ഈ കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. കൊട്ടാരക്കര തമ്പുരാനാണ് എന്തിൻ്റെ ഉപജ്ഞാതാവ്? രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്. കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ്. രാമനാട്ടം എന്ന് പറയുന്നത് കഥകളിയുടെ ആദ്യകാല രൂപമാണ്. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളമാണ്. പിന്നെ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. എന്താണ് കഥകളിയുടെ സാഹിത്യ രൂപം? സാഹിത്യ രൂപമാണ് എന്ത്? ആട്ടക്കഥ. സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയും കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടവുമാണ്. പിന്നെ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. എന്താണ്? ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്ന കലാരൂപവും ഏതാണ്? കഥകളിയാണ്. എന്താണ്? ടോട്ടൽ തിയേറ്റർ എന്നും വെട്ടത്ത് സമ്പ്രദായവും എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ്. കഥകളിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ 5 എണ്ണമാണ്. വാദ്യോപകരണങ്ങൾ 5 എണ്ണമാണ്. ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. എന്തൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഓർത്തു വെക്കുക. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോപാന സംഗീതമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം. ഓക്കെ. ആദ്യ ചടങ്ങ് കഥകളി ആരംഭിക്കുമ്പോൾ കഥകളിയുടെ തുടക്കത്തിലുള്ള ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് കേളികൊട്ടാണ്. കേളികൊട്ടിലൂടെയാണ് കഥകളി എന്ത് ചെയ്യുക? ആരംഭിക്കുക. അപ്പോൾ കഥകളിയുടെ ആരംഭം എന്ന് പറയുന്നത് എന്താണ്? കേളികൊട്ടാണ്. തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം, ഈ കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. കഥകളിയുടെ തുടക്കത്തിലാണ് എന്ത്? പുറപ്പാട് എന്ന് ആലോചിച്ചാൽ മതി. കഥകളിയുടെ തുടക്കത്തിൽ പുറപ്പാടാണ്, കേളികൊട്ടാണ്. ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് എന്താണ്? കേളികൊട്ടാണ്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് എന്ത്? പുറപ്പാട്. ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടമാണ്. അപ്പോൾ ആദ്യമായി ഉപയോഗിക്കുന്ന നൃത്തം എന്ന് പറയുന്നത് പുറപ്പാടാണ്. ആദ്യമായി ഉപയോഗിക്കുന്ന ഗാനം എന്ന് പറയുന്നത് തിരനോട്ടമാണ്. ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് കേളികൊട്ടാണ്. അവസാനിപ്പിക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ധനാശിയാണ്. എക്സാമിന് ചോദിക്കാം. കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങളൊന്ന് നോക്കാം. എല്ലാവരും ഒരുവിധ ആളുകൾക്കൊക്കെ അത് കേട്ടുപരിചയമുണ്ടാവും. പക്ഷേ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. 5 വേഷങ്ങളാണ് പൊതുവെ കഥകളിയിൽ പ്രധാനമായും ഉള്ളത്. അത് പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇതാണ് കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ. എന്താണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഈ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാത്വിക സ്വഭാവം അല്ലെങ്കിൽ നായക കഥാപാത്രം. ഇപ്പം സ്വാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതാണ് പച്ച എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട നായക കഥാപാത്രങ്ങൾ എന്ന് വേണേൽ പറയാം. കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ട കഥാപാത്രത്തെയാണ്. കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ട കഥാപാത്രത്തെ, ഇപ്പം രാവണൻ, കംസനെയൊക്കെ അവതരിപ്പിക്കുന്നതാണ് കത്തി എന്ന് പറയും. കരി എന്ന് പറഞ്ഞാൽ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെയാണ് കരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലുണ്ട്. വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. ഈ വെളുത്ത താടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യാതീതമായ ശക്തിയുള്ള, അപ്പം ഹനുമാനെയൊക്കെ അവതരിപ്പിക്കുന്നതാണ് വെളുത്ത താടി എന്ന് പറയുന്നത്. ചുവന്ന താടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ദുഷ്ട കഥാപാത്രമാണ്. അപ്പോൾ കത്തിയും ചുവന്ന താടിയും ദുഷ്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതാണ്. കറുത്ത താടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടന്മാർ, നായാട്ടുകാർ ഇവരെയൊക്കെ അവതരിപ്പിക്കുന്നതാണ് കറുത്ത താടി എന്ന് പറയുന്നത്. മിനുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെയും മുനിമാരെയും അവതരിപ്പിക്കുന്നതാണ് മിനുക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് കഥകളിയിലെ വേഷങ്ങൾ. 5 എണ്ണമാണ്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മുൻപൊക്കെ. അപ്പോൾ ഓർത്ത് വെക്കുക, മാറിപ്പോകരുത്. വളരെ എളുപ്പമാണ്. ഓക്കെ. അപ്പോൾ കഥകളി മുദ്രകൾക്ക് ആസ്ഥാനമായ ഗ്രന്ഥം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അസ്തലക്ഷണ ദീപിക. കഥകളി മുദ്രകൾക്ക് ആസ്ഥാനമായ ഗ്രന്ഥമാണ് അസ്തലക്ഷണ ദീപിക. അതിൽ 24 മുദ്രകളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതേപോലെ കലാമണ്ഡലം രാമൻകുട്ടി നായർ,
മടവൂർ വാസുദേവൻ നായർ, മംഗുളം വിഷ്ണു നമ്പൂതിരി, മാങ്കൊമ്പ് ശിവശങ്കരപ്പിള്ള. ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അവരൊക്കെ പ്രധാനപ്പെട്ട കഥകളി നടന്മാരാണ്. ഇനിയും കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കലാമണ്ഡലം ഹൈദരാലി എന്ന് പറയുന്നത് കഥകളി ഗായകനാണ്. ചില സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം. അപ്പം ഇതൊക്കെയാണ് കഥകളിയെക്കുറിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കലകളിൽ ഒന്നാണ് കഥകളി എന്ന് പറയുന്നത്. കഥകളിയെ സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾ ഈ ക്ലാസ്സിലൂടെ കേട്ടത്. ഓർത്തു വെക്കുക, എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട കലാരൂപം നോക്കാം. മോഹിനിയാട്ടമാണ്. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. നേരത്തെ കേരളത്തിൻ്റെ തനത് കലാരൂപം കഥകളിയാണ്. ഇത് കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ്. മാറിപ്പോരുത്. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ഓക്കെ, ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപമാണ് മോഹിനിയാട്ടം. എന്താണ്? ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപമാണ്. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിൽ ഉത്ഭവിച്ച നൃത്തരൂപവും മോഹിനിയാട്ടമാണ്. പിന്നെ ലാസ്യ നൃത്തശൈലിയാണ് മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്നത്. ലാസ്യ നൃത്തശൈലിയാണ് മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്നത്. കല്യാണിക്കുട്ടി അമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. കല്യാണിക്കുട്ടി അമ്മയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കർണാട്ടിക് സംഗീതം. നേരത്തെ കഥകളിക്ക് സോപാന സംഗീതമാണ്, മോഹിനിയാട്ടത്തിന് കർണാട്ടിക് സംഗീതമാണ്. മോഹിനിയാട്ടത്തിന് കർണാട്ടിക് സംഗീതമാണ് ഉപയോഗിക്കുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി വ്യവഹാരമാലയാണ്. മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല. ഓക്കെ, പിന്നെ സ്വാതി തിരുനാളാണ് ശരിക്കും മോഹിനിയാട്ടത്തിന് പ്രചാരണം കൊടുത്ത തിരുവിതാംകൂർ രാജാവ്. ഇതൊക്കെയാണ് മോഹിനിയാട്ടത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഈ കഥകളിയും മോഹിനിയാട്ടത്തെക്കുറിച്ചിട്ടുള്ള പ്രാഥമികമായ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. എഴുതിയെടുക്കുക, മനഃപ്പാടമാക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക്